ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് മലബാർ മേളയിലാണ്. കണ്ണൂർ മുനീശ്വരം കോവിലിൻ്റെ പിറകിലായിട്ട് വരും ഈ സ്പോട്ട്. കമ്മലിൻ്റെ സെക്ഷനിലാണ് നമ്മൾ ഫസ്റ്റ് കയറിയത്. കമ്മൽ മാത്രമല്ല, ഇവിടെ പലതരത്തിലുള്ള ക്ലിപ്പ്, മാല, വള എല്ലാം ഉണ്ട്. കമ്മലിന് സ്റ്റാർട്ടിങ് വരുന്നത് 30 രൂപയുള്ളൂ. പക്ഷേ 110, 120 അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫാൻസിന്ന് ഇതിന് കൊടുക്കുന്നത്. പക്ഷേ മലബാർ മേളയിൽ ഇതിന് 30 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അങ്ങനെ ഓരോരാൾക്ക് പൊറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ട് മുമ്പിലായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊക്കെ നോക്കി. എന്നാലും നമ്മൾ 2-3 ആൾക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ പൈസ ആയിരുന്നില്ലേ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ എന്താ പറയുക, കമ്മലുകളിങ്ങനെ നോക്കി അങ്ങനെ നമ്മൾ ക്ലിപ്പിൻ്റെ സെക്ഷൻസിലേക്ക് പോയി കേട്ടോ. ക്ലിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അമ്മമാർക്കൊക്കെ പറ്റിയ ക്ലിപ്പുകളുണ്ടായിരുന്നു, കുഞ്ഞുകുട്ടിയൊക്കെ പറ്റിയ ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടുകൾ, ഒരുപാട് തരത്തിലുള്ള കളർ പൊട്ടുകളുണ്ട്, കല്ലിൻ്റെ പൊട്ടുകളുണ്ട്. പിന്നീട് ഉണ്ടായിരുന്നത് കുഞ്ഞുകുട്ടിയൊക്കെ വെച്ചെടുക്കാൻ പറ്റിയ ടിക് ടിക് പൊട്ടുകളുണ്ട്. അല്ല, പൊട്ടുകളല്ല, സോറി, ടിക് ടിക് ക്ലിപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഇതായി പല്ല് എന്നാണ് നമ്മൾ പറയുക, വലിയ ക്ലിപ്പുകളുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ തന്നെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നീട് നമ്മൾ കുറച്ച് നടന്ന് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഡ്രസ്സിന്ന് വെച്ചാൽ ഒരുപാട് ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് മലബാർ മേളയുടെ ഓവറോൾ വ്യൂ, ഒരു ഹാഫ് വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ കുറേ സ്റ്റീൽ പാത്രങ്ങളുടെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റീലിൻ്റെ ചെറിയ തവികൾ, സ്പൂൺസ്, പിന്നെ കിച്ചണിൽ വെക്കേണ്ട ചെറിയ ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നീട് വെച്ചാൽ സ്റ്റോർ റൂമിൽ വെക്കേണ്ടത്, പിന്നെ വിത്തുകൾ, ഭരണികൾ, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ടോയ്സ് ഉണ്ടായിരുന്നു. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല ടോയ്സ് ഒക്കെയുണ്ട് ചെറിയ പൈസക്ക്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടെ, ചെറിയ പൈസയേ ഉള്ളൂ ഗൈസ്. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ചെരുപ്പുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൺഗ്ലാസസ് ഉണ്ടായിരുന്നു. ചെറിയ പൈസക്ക് സൺഗ്ലാസസ് കിട്ടുകയെന്ന് വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ്. മലബാർ മേളയിലേക്ക് വരിക. പിന്നെ ഇത് കടല, പിന്നെ ഇത് നമ്മുടെ ഞൊക്ലാച്ച മുട്ടായി. ഒരുപാട് ഞൊക്ലാച്ച മുട്ടായി ഉണ്ടായിരുന്നു. അതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഏതെടുത്താലും 20 രൂപ എന്നാണ് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഞൊക്ലാച്ച മുട്ടായിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മുട്ടായിയാണ് ഈ പറഞ്ഞ എവിടെയാ ഇമലി. ഞാൻ ഇമലി എന്നാണ് പറയുക. ചിലവർ അതിന് പുളിമുട്ടായി എന്ന് പറയും. നിങ്ങളെന്താ പറയുക അതിന് കമൻറ്റ് ബോക്സിലിടാട്ടാ. അങ്ങനെ ഞാൻ ഇമലി എടുത്തിട്ടുണ്ടായിരുന്നു. ഇമലീനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ, ഞാൻ കാണിച്ചുതരാവേ. അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാനത് ഓൾച്ചയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓൾച്ചയല്ല ഗൈസ്. ഇതിനെന്താ പറയാൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, അറിയുന്നവർ. പിന്നെ അവളിതാ കച്ചാ മാങ്കോ ആണെന്ന് തോന്നുന്നു ഗൈസ്. അത് കച്ചാ മാങ്കോ ആണെന്ന് അറിയില്ല. പിന്നെ ആ ചേച്ചി നമുക്കൊരു പാത്രം തന്നു അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഉണ്ടാവില്ല. പിന്നെ ഇത് സിഗരറ്റ് മുട്ടായി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ പണ്ടത്തെ കുഞ്ഞ് ജീരക മുട്ടായി ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ പണ്ടത്തെ മാങ്കോ ബൈറ്റ് നല്ല അടിപൊളിയായിരുന്നു. പിന്നീട് നമ്മൾ വന്നത് അച്ചാറിൻ്റെ സെക്ഷനിലായിരുന്നു. ഓരോ ഹോം മെയ്ഡ് അച്ചാറാണ് ഗൈസ് അത്. പിന്നീട് നമ്മൾ എന്തൊക്കെയോ അവിടുന്ന് കുറേ ചൂർണ്ണങ്ങളും മറ്റേത് മറിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ടോയ്സിൻ്റെ സെക്ഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്, ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പോയാൽ നല്ലതാണ്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പെൻസിലുകളുണ്ട്, നല്ല അടിപൊളി റബ്ബറും കാര്യങ്ങളായിട്ടുള്ള പെൻസിലുകളുണ്ട്. പിന്നെ അത്തറിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അത്തർ എന്ന് വെച്ചാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്തറാണ്. ഏതെടുത്താലും 50 രൂപയാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് എന്തായത് സ്റ്റേഷനറി ഐറ്റംസാണ് പിന്നീടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ സ്റ്റേഷനറി ഐറ്റംസ് തന്നെയാണ് നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി. ഡ്രസ്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തുണി തന്നെയാണ്. അങ്ങനെ നമ്മൾ കറങ്ങി ഫുൾ നല്ല അടിപൊളി സ്റ്റേഷനറി ഐറ്റംസ് തന്നെയാണ്. അപ്പം ഓക്കെ ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ബ്ലോഗ്. എല്ലാവരും